എടാ മോനെ അല്ലെങ്കിൽ സുഖം ചോദിക്കുന്നു. ഒരു ചെറിയ മൂവി കാണാൻ പോവാ നൈസായിട്ട്. ഡൊമിനിക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പം നേരെ പോവാം. ഓക്കെ ബൈ. മച്ചാമാരെ അവനെ വിളിച്ചിട്ടുണ്ട്. ജംഗ്ഷനിലേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞില്ല. അതിൻ്റെ ജംഗ്ഷൻ്റെ ഉള്ളിൽ കയറി പോകണം. അവൻ്റെ വീട്ടിൽ ശരിക്കും ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇറങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിക്കും. സമയം ടാസ്ക്കാണ്, ടൈമില്ല ഓൾറെഡി. അതുകൊണ്ടാണ് അവനടുത്ത് ഇറങ്ങിക്കാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്നില്ല. 9 മണിക്ക്. ഇപ്പം തന്നെ എത്ര മണി? 50 10 മിനിറ്റിനേ ഉള്ളൂ ഇനി ആകെ. അതുകൊണ്ട് അവിടെ നിന്ന് അവരെ പോയി പിക്ക് ചെയ്തിട്ട് വേണം ഇവിടെ ഒരു സിനിമ കാണണമെങ്കിൽ. മച്ചാമാൻ കയറി. എന്ത് ബിസിനസ്? അതായത് ഒന്നുമില്ല. 9 മണിയായി. ടിക്കറ്റ് ഒക്കെ ആയിരുന്നോ? എവിടെയുള്ള ഏത് ഭാഗത്തല്ലേ? ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത ടൈമിലെത്തണ്ട പറഞ്ഞു. രാഗടാ ജോസിലാണ് പറഞ്ഞതായേ. ജോസ് എവിടെ? ജോസിലില്ല. 100 ടിക്കറ്റ് കഴിഞ്ഞൂടാ. കാണിച്ചപ്പോ ഇവിടെ ഇന്ന് നിങ്ങളുടെ യൂട്യൂബർ മരിച്ചു. നിക്ക് എവിടെ ഒന്ന് വരുമോ? സമയം 9:01. കഴിഞ്ഞ ഞാൻ കണ്ടതാടാ. കഴിഞ്ഞ ബാക്കിലേക്ക് ചേർത്തിട്ടോ മോനെ. നമ്മുടെ നായകൻ നടന്നു വരികയാണ്. ടിക്കറ്റുകളാണ് വേഗം. ടിക്കറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഓൻ 130 പറഞ്ഞ് എടുത്തു. ഓൻ വിചാരിച്ചു 130. ഞാൻ പറഞ്ഞു 150. അവൻ്റെ അപ്പം പറഞ്ഞ് 130. എന്നിട്ട് ഓൻ 130 വന്നത്. നൈസായിട്ട് രാഗത്തിൽ കയറും ഗൈസ്. ഓക്കെ ഇഷ്യൂല്ല ബ്രോ. ഇപ്പൊ ആ ടിക്കറ്റ് ഞാൻ ചോദിക്കുന്ന കാര്യമായിരിക്കുമ്പോഴോ ഒരു 45 റുപ്യ എന്തോ ഉള്ളു ഇവിടുന്ന് എറണാകുളത്തേക്ക്. അറിയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്. അവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ട് അവിടെ ഗിരിജ 100 ഉള്ളടാ. എനിക്ക് സിനിമ കാണണമെങ്കിൽ എന്റെ മൂഡ് വരില്ല. 10 സിനിമ എന്നുള്ള മൈൻഡ് ഇറങ്ങി. സിനിമ വേണോ നല്ല ഫുഡ് വേണോ ഇപ്പൊ പറയണം. ഞാൻ വീട്ടിൽ കഴിച്ചോളാം. ഇറങ്ങിക്കോ. എന്തിനു ആയിരുന്നു മരുന്ന്? എന്റെ ആവശ്യം നമുക്ക് ഇനി എന്തെങ്കിലും നിൽക്കണല്ലോ. നമുക്ക് വണ്ടി എടുക്കുക. ടാക്സി സ്റ്റാൻഡാണ് അത്. ടാക്സി സ്റ്റാൻഡ് നല്ല ചെറിയ ടാക്സി സ്റ്റാൻഡ് നല്ല പോണിട്ട് ഫുഡ് കഴിക്കാൻ പോനാ. ഫുഡ് കഴിക്കാൻ പോവാം. ആ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടുള്ളൂ. നല്ല ചെറിയ കേട്ടോടാ. പ്രശ്നമില്ല അല്ലേ? പ്രശ്നമില്ല. പറയ് കട്ടറിലൊക്കെ ചാടിയിട്ട് പോകാൻ വേണ്ടി തന്നെ പറയുന്നത്. കട്ടറടാ. ഞാൻ റോഡിൽ ചെയ്യണ്ട. കാര്യമായിട്ട് 10 പേരിൽ പോകണം. റിവ്യൂ എടുക്കാൻ പറ്റിയ സ്ഥലം ഉറപ്പ് പറയണത്. ഇവിടെ തോമസ് കാസ അറിയൂ? തോമസ് കാസ കാസല്ലേ? കഫേ അറിയാം. തോമസ് കഫേ കാസല്ലേ? ആ മനോരമ റോഡിന്റെ അവിടെ. അതെത്ര കേട്ടോ ബെസ്റ്റ് സ്ഥലം. അവിടെ പോയാ പോലെ എന്തിനും കൊണ്ടുവന്ന റൗണ്ടത് 1 വേ നമ്മുടെ സ്ഥിരം അല്ലാണ്ട് ചേട്ടാ. പെട്രോള് 200. 200 നിന്റെ പുതിയൊരു ഡാൻസ് ഇടല്ലേ ഞാൻ നിന്റെ കാക്കിയെ കുറച്ച് വെറൈറ്റി ഇറക്കിയതാ. വെറൈറ്റി പിടിച്ച നിനക്കെന്താ പറ്റിയത്? വെറൈറ്റി പിടിച്ച നൈസായിട്ട് പണി പോയി. വെയിലത്ത് നിന്നിട്ടല്ല അല്ലേ എടുത്ത വീഡിയോ?
വെയിലത്ത് നിർത്തത് കറക്റ്റ് വെയില് അതുകൊണ്ട് ആ ലൈറ്റിന്റെ ഇഷ്യൂ ആണ്. മേക്കപ്പ് കണ്ടപ്പോ തോന്നുന്നു എത്ര ടൈം എനിക്ക് സാലറി എനിക്ക് സാലറി പൈ വേണം അവിടെ. എനിക്ക് അത് പറഞ്ഞുതരാം ഇല്ല, പറ. ഞാൻ പറയട്ടെ എത്ര നൈറ്റ് ആയാലും റൗണ്ട് നെക്സ്റ്റ് വേറെ അല്ലേ നീ പറഞ്ഞ വളരെ ശരിയാണ്. ഈ റൗണ്ട് അടിച്ച് കഴിയുമ്പോൾ എല്ലാ ടെൻഷനും എല്ലാം പോയി, പ്രശ്നങ്ങളും എല്ലാത്തിനും പരിഹാരങ്ങളാണ്. പക്ഷെ ഇപ്പൊ മറ്റേ തൃശ്ശൂർ മറ്റേതില്ല നമ്മുടെ ടൗണില് മതിൽ ഉണ്ടാവില്ലേ, റോഡിന്റെ ഒപ്പം സൈഡിലായിട്ട് മതിലുണ്ടാവില്ലേ, ആ സമയം പൊളിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം റീലായിട്ട് കണ്ടായിരുന്നു. അതില് പറഞ്ഞായിരുന്നു ഒരു എന്താ വെച്ചാൽ ഈ തൃശ്ശൂർക്കാര് അതിനിപ്പോ എന്താ പറയടാ അവരതിന് തൃശ്ശൂർക്കാര് എന്താ പറയാ അതിന് മെയിൻ ഹെഡിലടാ. ഇനിയിപ്പോ എന്താ പറയാ കോർപ്പറേഷന് അങ്ങനത്തെ പറയൂടാ. അവര് ഇത് കളക്ടറേറ്റ് എനിക്കറിയില്ല കറക്റ്റായിട്ട്, ഞാൻ റീലേണ്ടതാണ്. അപ്പൊ ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്, പോലീസ് ഇല്ല ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് അവിടെ മതിലില്ലേ, അത് റീല് കണ്ടായിരുന്നു ഞാൻ. മതില് മാറ്റി വേറെ എന്തോ ലക്ഷറി അല്ല ഉദ്ദേശിച്ച ദുബായ് അങ്ങനത്തെ സംഭവമല്ലേ, അത്യാവശ്യം മോഡൽ ഇങ്ങനെയല്ലേ നേരത്തെ വണ്ടി എടുത്ത് ആകാശപാതി ഇതിടം കയറിയിട്ടില്ല. രണ്ടുപേര് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് കയറാനുള്ള പ്ലാനില്ല, കൊച്ചിനോടെ കയറുള്ളൂ. അത് എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു ഗൈസ്, ഈ കാലത്തൊന്നും കയറില്ലേ ഉറപ്പാ. ബിക്കോസ് എനിക്കറിയില്ല അപ്പോൾ ടെൻഷൻ കിട്ടി എന്തോരം പെണ്ണുങ്ങളാണെന്നറിയാം. പിന്നെ സത്യമായിട്ട് പറയുകയാണെങ്കിൽ കൊച്ചിനെ കൊണ്ട് കയറ്റാൻ ഒരുമിച്ചാണ് കയറാനുള്ള താല്പര്യം. ആ വൈബാണ് ഇഷ്ടമുള്ളൂ. ബേസിക് വെച്ചില്ല, ബേസിക് ആ കൂടുതൽ ഡബിൾ മീനിങ് എടുക്കരുത്. അത് പറയാൻ പറ്റില്ല, കമന്റ്സ് ഡബിൾ മീനിങ് ആവുള്ളൂ. അതിന് എത്ര ഒരു 123 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, ഞാനുണ്ട്, ഒരു ഫോണുണ്ട്, കോപ്പിത്തെ ഇടപാടാണ്. ഒരു യൂട്യൂബ് ചാനൽ എന്താ കാര്യം, ഒരു ഭാരമില്ല. വെറുതെ എപ്പോഴും ആണ്ടിലൊരിക്കലും വീഡിയോ എടുക്കണ പോലെ വീഡിയോ എന്ത് കിട്ടാനാ. ഒരു 100 എത്ര ഞാൻ പറഞ്ഞു 139 തോന്നി അറിയാൻ പാടില്ല. തോമസ് കഫേനാണ് ഞാൻ പറയാറ്. ഇവനെന്താ പറയാറ്, എനിക്ക് അറിഞ്ഞൂടാ. തോമസ് കാഫേ ഇതാണോ ഞാൻ എടുക്കണല്ലോ. കാണിച്ചത് ഇതാണ് പറയുന്ന സ്പോട്ട്. പിടിക്കാൻ വന്നിട്ടില്ല ഞാൻ. മറ്റേ പറ പിടിയും കോഴിയോ എന്ന് പറയണെങ്കിൽ അത് എന്താ എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഇപ്പൊ ചിക്കൻ ബിരിയാണി ആക്കാൻ നമ്മൾ പറയില്ല, അതിൽ വല്ല ഐറ്റംസ് ഇതിലെങ്ങനെ അരിപ്പൊടി അരിപ്പൊടി ഉണ്ടാക്കണമല്ലേ? ഓ അങ്ങനെ പിടിയും കോഴി നെല്ലിക്ക പോലത്തെ ബോൾ എത്ര ദോശയോ? എനിക്ക് ദോശ മതി. എന്ത് ദോശ? എനിക്ക് പിടിയും കോഴി മതി. ഓണിയൻ ദോശ ഏതാ? പിടിയും കോഴി ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ടോ? ഞാൻ കഴിച്ചോക്കാൻ തരും മച്ചാൻ മതി. പറഞ്ഞ പിടിയും കോഴി തൃശ്ശൂർ ടൗണില് അല്ല, ഞാൻ ഇവിടെ പറയുന്നില്ല. അല്ലേടാ തൃശ്ശൂർ ടൗണിൽ ഇവിടെ മാത്രമല്ലോ കേട്ടില്ലേ? തൃശ്ശൂർ ടൗണിൽ ഇവിടെ മാത്രമല്ലോ ഒന്ന് പിടിയും കോഴി. അത് സ്ഥലം എവിടെയാണ്? ഇത്ര വലിയ സ്ഥലങ്ങളിൽ പോയാലും കിട്ടിയാണ് ആള് പറയുന്നത്. ഇപ്പം പറഞ്ഞത് ഒരു പൊടിച്ചായ എന്ന് പറഞ്ഞിട്ടാ. പൊടിച്ചായ പറഞ്ഞു അതെങ്ങനെയാ പൊടിച്ചായ? മറ്റേത് നമ്മള് സഞ്ചിന്നല്ലേ പൊടി വരില്ലേ, ഡയറക്റ്റ് പൊടിയാ. എന്റെ പൊടി ഒന്ന് താന്നതിന് ശേഷം കുടിക്കും. പെൺകുട്ടികള് പൊടിയായി സംഭവം വെറും ഉണിയൻ ദോശയോ ആണോ? വെള്ളം പൊടിച്ചായ പറഞ്ഞു ടേസ്റ്റ് വെറൈറ്റി സാധന. ഓ വെറൈറ്റി ആണല്ലോ മച്ചാമാരത്. അതിലേക്ക് ശരിക്കും ഒഴിക്കണം.
പക്ഷെ നീ ഒഴിക്കരുത്. പിന്നെ എനിക്കൂടെ കഴിക്കണതാ. പിന്നെ വെച്ച നടക്കൂല. അപ്പൊ ശരി, ഞാൻ കഴിച്ചു. ഞാൻ തരാം. സ്ട്രൈറ്റ് എൻ്റെ ഇവിടെ ഇവിടെ കണിമൊന്നുണ്ട്. പിടിയും കൊടുക്കും. ആ സത്യമായിട്ടും പൊളിയാട്ടോ. കഴിച്ചാൽ നോക്കണം. മിസ് ചെയ്യാൻ പാടില്ല. പൈസ ഓക്കെ ബൈ. ചൈമെത്തി ഞാൻ പൊടിച്ചായ ഇഷ്ടംപോലെ പൊടിയൊക്കെ അവിടെ പൊടിച്ചായ എന്ന് പേര് വന്നതുകൊണ്ട് അല്ലടാ. ആ പൊടികള് കുറച്ച് കഴിയുമ്പോൾ താഴെ തന്നെ തന്നെ വന്ന് ചേരും. അത് കഴിഞ്ഞിട്ടാണ് കുടിക്കാൻ പാടുള്ളത്. ചായ എങ്ങനെയുണ്ട്? വ്യത്യാസം നല്ല രീതിയിൽ സാധാരണ കുടിക്കുന്ന ചായ പോലെയല്ല. വ്യത്യാസം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. പകുതിയോളായി അച്ചാമ്മഴത്ത് കണ്ടില്ലേ ഇത്രയും അവർ ഇടുന്നുണ്ട്. ഇതുണ്ടോ ഈ ഇപ്പം ഇങ്ങനെ കാണിക്കാൻ എന്താ ഇത്രയും അവർ കാപ്പിപ്പൊടി ഇടുന്നുണ്ട്. കാപ്പി തെറ്റിപ്പോയി. ചായപ്പൊടി ചായപ്പൊടി ഇടുന്നുണ്ട്. അതാണ് അതിന്റെ ടേസ്റ്റ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. നെഞ്ചടി കപ്പ ടേസ്റ്റ് നോക്കിയൊക്കെ എന്തായാലും പ്രമാദമായിട്ട് കഴിക്കുന്ന പലകാരാണ് പിടിയും കോഴി. പിടിയും കോഴിയില്ലേ? ഈ അവര് വെക്കുന്ന കോഴി ഈ കോഴിയല്ല, നാടൻ കോഴിയായിരിക്കും അധികം. ഇപ്പൊക്കെ ഇതും വെക്കുന്നുണ്ടോ? ശരിക്കും വെക്കുന്നത് നാടൻ കോഴിയാണ്. നാടൻ കോഴിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലാണ്. എനിക്കിഷ്ടമാണ് അത് നാടൻ കോഴി. ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ ഞങ്ങളത് വെക്കാത്തത്. ഞങ്ങൾക്ക് തപ്പിയ നാടൻ കോഴി കിട്ടാണ്ടില്ല. യൂത്ത് ആരും കഴിക്കില്ല ഈ സാധനം. പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. ഞങ്ങളത് കഴിച്ച് പഠിച്ചിട്ടില്ല. അതിന്റെ ഒരു ടേസ്റ്റ് ഇതിനൊന്നും കിട്ടില്ല. ഇത് വെറുതെ കൂണ് പോലെയാണ്. ഈ ബ്രോയിലർ കോഴി വെറും കൂണ് പോലത്തെ സാധനമാണ്. പക്ഷെ നാടൻ കോഴിട്ട് രുചി അത് തിന്ന് പഠിച്ചോളാം. എൻ്റെ മോൾക്ക് 20 വയസ്സോളം. അപ്പൊ എൻ്റെ മോൾക്ക് ഈ കോഴികൾ ഇഷ്ടം നാടൻ കോഴിയാണ്. അത് ഞാൻ ചെറുപ്പം മുതൽ തീറ്റി പഠിപ്പിച്ചോണ്ടാണ്. നമ്മള് മാതാപിതാക്കള് ചെറുപ്പം മുതൽ എന്ത് തിന്നു കണ്ടുപിടിച്ചു. സംഭവം അടുത്ത് പറയാനുള്ളത് ബാമ്പു ബിരിയാണി, എറണാകുളത്തുള്ളത്. ഇറച്ചിപ്പുട്ട്, ഇലപ്പുട്ട്, കിഴി പൊറോട്ട, കിഴി ബിരിയാണി, പാൽ പൊറോട്ട, പാൽ കപ്പ, പിന്നെ എണ്ണക്കടികൾ മുഴുവൻ. ഇവിടെ ഒരാളോ ഒക്കെ ലൈവ്. ഏതാ പുറത്ത് സ്റ്റൗ? 3 സ്റ്റൗ അതിൽ അതൊക്കെ ഇപ്പം അധികമായി എല്ലാം ട്രയൽ അടിച്ചു. നമ്മള് ട്രയൽ അടിച്ചു. ഫുഡ് കഴിച്ച് വയ്യാണ്ടായി. അയ്യോ ശക്തൻ സ്റ്റാൻഡ് അവിടെ നിന്ന് എത്തണ്ട. അതിന് മുമ്പ് ലെഫ്റ്റ് അടിക്കുക. മനോരമ റോഡ് എന്ന് പറയും. മനോരമ റോഡിന് അവിടെ കയറി വരുമ്പോ കാര്യം പത്തായപ്പുര കാണാം. അഡോറ ജ്വല്ലേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമ്മുടെ തോമസ് ഗാസ് എത്തനേക്കാട്ടും ഇവിടെ വന്നിട്ട് പിടിയും കോഴി, നെഞ്ചടി കപ്പ, ഇറച്ചിപ്പുട്ട്, ബിരിയാണി, ദോശ, പൊടിച്ച മച്ചന്മാരുടെ അടുത്ത സ്പോട്ടിലോട്ട് മേടിക്കടാ. വിളക്കണം ദേശവിളക്ക്. അതും കുറ്റിമുക്ക് നെട്ടിശ്ശേരി എല്ലാം പറഞ്ഞ കുഴപ്പമില്ല. നെട്ടിശ്ശേരി നമ്മുടെ കൂട്ടാൻ നെട്ടിശ്ശേരിയില് നെട്ടിശ്ശേരി വിളക്കാളം പോവാണ് നെക്സ്റ്റ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി കിടന്നിറങ്ങിയാൽ മതി. അച്ഛന്മാര് നെട്ടിശ്ശേരി പോയത്, പക്ഷെ ഒരു പരിപാടി നടന്നില്ല. എന്നിട്ട് പോയിട്ട് അവസാനം ടൗണില് വടക്ക് സ്റ്റാൻഡിൽ വന്നിപ്പാണ് വെറുതെ വന്നിരിക്കുക. വെറുതെ വന്നിട്ട് പ്രാന്ത് പിടിച്ചില്ല. ചായ കുടിക്കുന്നുണ്ട്. കണ്ടോന്നറിയില്ല. ചായ കുടിക്കുന്നുണ്ട്, പക്ഷെ ചായ കുടിക്കണോ വേണ്ടിയോ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. ഓനെ വീട്ടിലുണ്ടാക്കണം, നേരെ വീട്ടിൽ പോകണം. നോക്കണം നേരത്തെ ചായ വേണ്ടെന്ന് പറഞ്ഞാൽ. ഇപ്പൊ നോക്കിയാ ചായ മേടിച്ചപ്പോ
അവൻ കുടിക്കുന്നത്. ഇതെന്ത് സ്വഭാവം? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ പറ. കോണത്തെ സ്വഭാവമായിട്ടോ ഇത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എടോ, ഇഷ്ടപ്പെടില്ലട്ടാ, പറയാ ഇടുന്നില്ലട്ടാ. അല്ല, കുറേ അലിഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഫുഡൊക്കെ കഴിച്ച് ഓനെ കൊണ്ടാക്കി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കാം. ലാസ്റ്റ് ഫണ്ട് സെറ്റ് ആയിട്ട് ഓന്റെ അപ്പരത്ത് പറഞ്ഞിട്ട് ഫണ്ട് സെറ്റ് ആക്കിയിട്ട് ഓന്റെ അമ്മ മിക്കരുത് കാണുമ്പോ കണ്ടറിഞ്ഞോളൂ. അപ്പര് നേരത്തെ വിളിച്ചിട്ടാണ് ഓൻ പൈസ വെച്ചിരുന്നത് 200 രൂപ ഇട്ട് കൊടുക്കാൻ. ഇത് എന്റെ അമ്മക്കാരാണെങ്കിൽ നോക്കിക്കോട്ടോ, ഓരടിച്ചോളൂ കേട്ടാ. അപ്പൊ ശരി അമ്മ സൈഡ് അമ്മയുടെ പൈസ മേടിച്ച് മുന്തിരി ജ്യൂസ് തരൂ. അത് വേണ്ട, അത് ഉണ്ടാക്കണ്ടെന്ന് ഇവിടെ വസ്തു